സിന്ധൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ കൊണ്ടൊരു പായസമാണ്. ചെറുപയറിൻ്റെ പരിപ്പ് കൊണ്ട് പായസം എപ്പോഴും ഉണ്ടാക്കാറുണ്ട് നമ്മൾ. പരിപ്പും ഗോതമ്പും അങ്ങനെ പല രീതിയിലുള്ള പായസം ഉണ്ടാക്കാറുണ്ട്. ഇത് നമ്മൾ ചെറുപയർ മുഴുവനോടെ ഇട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. അതിന് ചെറുപയർ ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് കഴുകി കുക്കറിലോട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒരു 5 വിസിലടിച്ച് നന്നായിട്ട് വേവിച്ച് മാറ്റി വയ്ക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു തേങ്ങയുടെ പാലെടുത്ത് 1-ാം പാലും 2-ാം പാലുമായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നട്ട്സ് ഉപയോഗിക്കാം, പക്ഷേ ഞാനിവിടെ തേങ്ങാക്കൊത്ത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. തേങ്ങ ഒന്ന് വറുത്ത് വരുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് ചെറുപയർ, കുറച്ച് വെള്ളവും കാണും, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തീ കൂട്ടി വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരുപാടങ്ങ് വറ്റി ഡ്രൈ ആയി പോയൊന്നും വേണ്ട. കുറച്ചധികം വെള്ളം ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. കൂട്ടത്തിൽ നമ്മൾ ചെറുപയർ ഒന്ന് ഉടച്ചെടുക്കുകയും വേണം, ഒരു പായസത്തിന് ഒരല്പം കൊഴുപ്പ് വരാൻ വേണ്ടി. ഇനി അതിലേക്ക് 1 കപ്പ് ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ശർക്കരപ്പൊടി ആയതുകൊണ്ട് നേരിട്ട് ചേർത്ത് കൊടുത്തു. അതല്ല ശർക്കര അഴുക്കൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളത്തിൽ അതിനെ ഒന്ന് ഉരുക്കിയതിന് ശേഷം അരിച്ചൊഴിച്ച് കൊടുക്കുക. വെള്ളത്തിൽ ഉരുക്കിയെടുക്കുമ്പം ഒരുപാട് വെള്ളം ചേർക്കരുത്, കാരണം പിന്നെ അത് വറ്റി വരാനൊക്കെ ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയതിന് ശേഷം അരിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് തീ കുറച്ച് വെച്ച് ഇളക്കി 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 വറ്റിച്ചെടുക്കുക. നമ്മുടെ ശർക്കര ഈ പയറിലേക്കൊക്കെ ചെന്ന് ഇറങ്ങിയിട്ട് നന്നായിട്ട് വരണ്ട് കിട്ടണം. എങ്കിൽ മാത്രമേ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ പയറിൻ്റെ സ്വാദ് വേറെ നിൽക്കും, ശർക്കരയായിട്ട് യോജിക്കത്തില്ല. അതുകൊണ്ട് തന്നെ കുറഞ്ഞ തീയിൽ വെച്ച് നന്നായിട്ട് ഇളക്കി ഈ ശർക്കര പരിപ്പിലേക്കൊക്കെ ഇറങ്ങുന്ന രീതിയിൽ നല്ലപോലെ വരട്ടിയെടുക്കണം. കുറച്ച് സമയമെടുക്കുന്ന പരിപാടിയാണ്. ഈ ഒരു പാകം മാത്രം കുറച്ച് സമയമെടുക്കും, കാരണം കുറഞ്ഞ തീയിൽ വെച്ച് ഇതൊന്ന് ശർക്കരപ്പാനി ഒന്ന് വറ്റിച്ചെടുക്കുകയും വേണം. ശർക്കര നന്നായിട്ട് അതിലേക്കൊക്കെ ഒന്ന് പിടിക്കുകയും വേണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഈ 2-ാം പാൽ ഒഴിച്ചിട്ടും കുറഞ്ഞ തീയിൽ വെച്ച് ഇളക്കി ഇളക്കി വറ്റിച്ചെടുക്കണം. 2-ാം പാലിൽ കിടന്ന് ഒന്നും കൂടി ഒന്ന് വെന്ത് വറ്റി വരണം. അപ്പോൾ പാലിൻ്റെ ടേസ്റ്റും ഒക്കെ അതിൽ നന്നായിട്ട് പിടിക്കും. പായസത്തിനൊക്കെ ടേസ്റ്റ് വരണമെങ്കിൽ നമ്മൾ വളരെ സമയമെടുത്ത് ചെയ്തെങ്കിൽ മാത്രമേ ശരിയാവത്തുള്ളൂ. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂൺ മൈദയോ കോൺഫ്ലോറോ ഗോതമ്പ് പൊടിയോ എടുത്ത് ഒരല്പം വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പായസത്തിന് ഒരല്പം കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ്, വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ. അതൊഴിച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ പായസം ഒന്ന് നല്ല കൊഴുത്ത് വരും. ആ സമയത്ത് അതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ശർക്കരയുടെ കുത്തലില്ലാതിരിക്കാൻ വേണ്ടി ഒരല്പം കൽക്കണ്ടോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പായസം നല്ല കുറുകി വരുമ്പം നമ്മളത് തീ ഓഫ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. 1-ാം പാൽ ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കുക. 1-ാം പാലൊക്കെ നന്നായിട്ട് പായസത്തിൽ മിക്സ് ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാൻ. വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി അതൊരു സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പായസം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ എളുപ്പവുമാണ്. പരിപ്പ് പായസം വെക്കുന്നതിനെക്കാട്ടി ഒന്നും കൂടി ഈസിയാണിത്, അതിനെക്കാട്ടി ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.